കൊല്ലം മയ്യനാട് മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടം. രാത്രി 12 മണിയായപ്പോ ഈ മരം ഇങ്ങനെ വീണ് പേടിച്ചാണ്. എനിക്ക് അപ്പുറത്തെ വെട്ടാൻ കൊണ്ടാ ഞാൻ ഇതാണ് വീട്ടിൽ കുറച്ചെടുത്ത് നോക്കുമ്പോൾ വീട്ടിൽ ഇങ്ങനെ ഇടിഞ്ഞുണ്ടാക്കിയായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. ഇന്നലെ രാത്രിയോടെ കടുത്ത മഴയിലും കാറ്റിലും തേക്കുമരം കടപുഴകി വീണ് വീടിന് കേടുപാടുകൾ. ഇപ്പൊ 4 വർഷം കഴിഞ്ഞത് പുതിയ വീടാ, ഫിഷറീസിന്റെ കിട്ടിയതാ. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഒരു 11 മണി വരെ എന്റെ വീട്ടിലാണ് ഇവർ ഇരുന്നത്. അമ്മാമ്മയും മോനുമാണ്. അവര് 11 മണി കഴിഞ്ഞപ്പോ ഒരു ചെറിയ വിഷയം കേട്ട് ഒരു സൗണ്ട് കേട്ട് ഞാൻ ചെന്ന് എന്റെ ഹസ്ബൻഡിനെ ഉണർത്തി വന്നപ്പോഴത്തേന് ഇവൻ നോക്കിയപ്പോ ഇതത്ര ഇങ്ങനെ പൊട്ടിനെ പാരിയിരിക്കുന്നത്. കൊച്ചു അമ്മാമ ഈ റൂമിലായിരുന്നു കിടന്നത്. പിന്നെ ആ സൈഡിലുള്ള വയറിങ്ങും അതും ഇതായിരിക്കും. വാട്ടർ ടാങ്കിന്റെ ആ പൈപ്പ് എല്ലാം പൊട്ടി കാറ്റ് പോലെ വന്നാണ്. ഞങ്ങൾ ഇറങ്ങി നോക്കിയപ്പോ സൗണ്ടും കേട്ട് നോക്കിയപ്പോ ഇതാണ് ഞങ്ങൾ കാണുന്നത്. 10 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ വെച്ച വീടാണ്. വേറൊരു 2 പെരയിടത്തിൽ നിന്ന മരമാണ് ഇപ്പുറത്തോട്ട് വീണേക്കുന്നത്. വീട്ടിന് ഇതായുണ്ട്, അപായമുണ്ട്. കൊല്ലം മയ്യനാട് വെള്ളാപ്പിൽ മുക്കിന് സമീപം തോപ്പിൽ മുക്ക് കുളത്തുവയിൽ പത്രോസിന്റെ ഭവനത്തിലാണ് സംഭവം. അത് എത്ര നാളുകൊണ്ട് അടുത്ത് പറയുന്നതെന്നറിയാം, മുറിച്ച് മാറ്റണം, എടുക്കണം എന്നൊക്കെ. ഇവർ നമ്മുടെ അടുത്താ പറയുന്നത്. നമ്മൾ വിളിച്ച് പറയുമ്പോൾ പറയും മുറിച്ച് മാറ്റാന്ന് പറയുന്നല്ലാതെ യാതൊരു നടപടിയും ഇല്ല ഇവരെ പറ്റി. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഇത് ഉത്തരവാദിയാണ്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് മരം കടപുഴകി വീണത്. ഉഗ്രശബ്ദം കേട്ട് ഭയപ്പെട്ട വീട്ടുകാർ ജനാല വഴി നോക്കുകയും തേക്കുമരം കടപുഴകി വീണത് കാണുകയുമായിരുന്നു. ഉടൻ തന്നെ സമീപത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന നിഹാസ് മനസ്സിൽ വിവരം ധരിപ്പിച്ചു. തുടർന്ന് പുറത്തിറങ്ങിയവർ 2 വീടിന് മുകളിൽ മരം വീണത് കാണപ്പെട്ടു. തൊട്ടടുത്ത പുരയിടത്തിൽ നിന്ന തേക്കുമരമാണ് വീണതെന്ന് മനസ്സിലാക്കിയ ഇരു വീട്ടുകാരും ചേർന്ന് പഞ്ചായത്ത് മെമ്പറെ വിവരം ധരിപ്പിച്ചു. തുടർന്ന് വാർഡ് മെമ്പർ എം ഹലീമ സ്ഥലത്തെത്തി തേക്കുമരം നിന്ന പുരയുടെ ഉടമസ്ഥനുമായി സംസാരിച്ചു. രാത്രി ഒരു 12:30 സമയത്ത് തന്നെ എന്നെ വിളിക്കുകയുണ്ടായി. എനിക്ക് അപ്പോഴും ഇറങ്ങി വരാനുള്ള ഒരു അസൗകര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഭയന്നു പോയി. കാരണം അവര് തനിച്ചും അവരെ കൊച്ചുമകനുമായിട്ട് ഒറ്റയ്ക്ക് കിടന്നതാണ്. ഭയന്ന് നിലവിളിച്ചുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഞാനങ്ങനെ ആശ്വസിപ്പിച്ച് നമുക്ക് വേണ്ടുന്ന എന്താന്ന് വെച്ചാൽ ചെയ്ത് സഹായങ്ങൾ ചെയ്യാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. സാധുക്കളായ 2 മത്സ്യത്തൊഴിലാളി കുടുംബമാണ് ഇവിടെ വന്നത്. വന്നിട്ട് തന്നെ 4 വർഷമായി. വളരെ സ്നേഹത്തോടും ഐക്യത്തോടും കഴിഞ്ഞിരുന്ന കുടുംബമാണ്. എന്നിരുന്നാലും ഇങ്ങനൊരു സംഭവം ഏറ്റപ്പോൾ അവർക്ക് താങ്ങാനാവാത്തൊരു അടിയായിപ്പോയി. നിരവധി പേര് ഇങ്ങനെ പരാതികൾ അയൽത്ത് മരം നിന്നാൽ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി 100 പരാതികളാണ് പഞ്ചായത്ത് ഓഫീസിൽ ദിവസവും വരുന്നത്. മറ്റൊരു സംഭവത്തിൽ വയലിൽ കിഴക്കതിൽ അജിയുടെ വീട്ടിലും രാത്രി 11:30 ഒരു മരത്തിന്റെ ശിഖരം 2ആയി പിളർന്ന് ഒരു ശിഖരം വീഴുകയും മറ്റൊരു ശിഖരം രാത്രി 1 മണിയോടെ വീടിന് മേൽ പതിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായി. നിങ്ങളുടെ ചേച്ചിയുടെ പുരയിടത്തിൽ നിന്ന് മരം 2ആയിട്ട് മുറിഞ്ഞ് ഒന്ന് തൊട്ടടുത്ത വീട്ടിന്റെ മുകളിലും ഒന്ന് ഹെൽത്തിന്റെ മുകളിലുമായിട്ട് കിടക്കുക. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇനി ആവശ്യമില്ലാത്ത കുറെ മരങ്ങൾ അവിടെ ജിയാ ഹോസ്പിറ്റലിന്റെ കിഴക്ക് ഭാഗത്ത് അജിയുടെ വീട്ടിൽ ബാക്കിൽ നിൽക്കുന്ന മരം വന്ന് നിങ്ങളുടെ വീട്ടിന്റെ മുകളിലായിട്ട് കിടക്കുക. അടിയന്തരമായിട്ട് അത് ഇടപെട്ട് മുറിച്ചു മാറ്റണം കേട്ടോ. അതുപോലെ തന്നെ ആ പാഴ് മരങ്ങൾ മൊത്തം മുറിക്കണം. ഇനിയിത്തെ കാറ്റത്ത് ബാക്കിയും കൂടെ വന്ന് വീണ് അവരെ വീട് മൊത്തത്തിൽ നിലം പറ്റും. അതിനൊരു അവസരം ഉണ്ടാക്കല്ലേ സാറേ, ദയവ് ചെയ്ത് അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കണം. ഇവിടെയും മറ്റൊരു പുരയിടത്തിന്റെ ഉടമസ്ഥയിലുള്ള മരമാണ് നാശനഷ്ടങ്ങൾക്കിടയാക്കിയത്. ദിവസമായി തുടർന്നുകൊണ്ടിരിക്കുന്ന മഴയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. എല്ലായിടത്തും പൊതുവെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ ഇതിനകത്ത് ഇടപെടുകയും നിയമ നടപടികളും അല്ലാതുള്ള മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. നാശനഷ്ടങ്ങൾ കണക്കാക്കി വരുന്നതായി വാർഡ് മെമ്പർ അറിയിച്ചു. കേരളം 24.